മാധ്യമം പോഡ്കാസ്റ്റ്. മാധ്യമം എഡിറ്റോറിയൽ 2026 മാർച്ച് 10 ചൊവ്വ. പരീക്ഷണങ്ങൾക്കും തിരിച്ചടികൾക്കും മുന്നിൽ തോറ്റു പിന്മാറുന്നവർക്ക് കണ്ടുപിടിക്കാനും മാതൃകയാക്കാനും ഒരു ടൂർണമെൻറ്റിൻ്റെ കഥാഗതിയെ മാറ്റിമറിച്ച സഞ്ജുവിൻ്റെ പ്രകടനം കാലം കാത്തുവെക്കുമെന്നുറപ്പാണ് എന്ന് പറയുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. സാഘോഷം സഞ്ജു വിശ്വനാഥ് സാംസൺ എന്ന വിഴിഞ്ഞത്തുകാരൻ നേരത്തെ തന്നെ മലയാളിയുടെ മനസ്സ് കീഴടക്കിയതാണ്. ഇപ്പോൾ രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും. അതിനുമപ്പുറത്ത് ലോകത്തെ ക്രിക്കറ്റ് എന്ന കളിയെക്കുറിച്ചറിയുന്ന എല്ലാ മനുഷ്യരുടെ മനസ്സിലും സഞ്ജു ഇന്ന് ഇടം പിടിച്ചിരിക്കുന്നു. ഒരു യക്ഷിക്കഥ പോലെ കളിയുടെ ഫോക്ക് ലോറിലേക്ക് പടർന്നു കയറിയ 3 ഇന്നിങ്സുകൾ. വീഴ്ത്താനുറച്ചവർക്ക് നടുവിൽ നിന്ന് തന്നെ വിശ്വപോരാട്ടത്തിലെ താരങ്ങളിൽ താരമായി ഉദിച്ചുയർന്നു അവൻ. കളിക്കണക്കുകളിലെ അക്കപ്പെരുക്കങ്ങളും അതോടൊപ്പം സ്വന്തം ജീവിത വഴികളും തന്നെ 2 ആഴ്ച കൊണ്ട് മാറ്റിമറിച്ച ഇച്ഛാശക്തികൾ സഞ്ജു കുറിച്ചിട്ടത് 2026 T20 ലോകകപ്പ് കിരീടത്തിൽ ഒരിക്കലും മായ്ക്കാനാവാത്തൊരു കയ്യൊപ്പാണ്. സഞ്ജു കളിച്ചില്ലായിരുന്നുവെങ്കിൽ ലോക കിരീടം ഇന്ത്യ കൈവിടാതെ കാക്കുമായിരുന്നില്ല. ടൂർണമെൻറ്റിലെ മികച്ച താരത്തിനുള്ള പുരസ്കാരം തന്നെയാണ് അതിൻ്റെ സാക്ഷ്യം. 5 മത്സരങ്ങളിൽ 31കാരൻ അടിച്ചെടുത്തത് 321 റൺസ്. ഫലത്തിൽ ക്വാർട്ടർ ഫൈനലായി മാറിയ സൂപ്പർ 8 മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ പുറത്താകാതെ 97 റൺസ്. സെമിയിൽ ഇംഗ്ലണ്ടിനെതിരെ 89. ഫൈനലിൽ ന്യൂസിലൻഡിനെ 96 റൺസിന് തകർത്ത് കിരീടം നിലനിർത്തുന്ന ആദ്യ ടീമായി ഇന്ത്യ മാറിയപ്പോൾ വീണ്ടും 89 റൺസുമായി ടോപ്പ് സ്കോറർ. 2020 ലോകകപ്പ് ഫൈനലിൽ ഒരു ഇന്ത്യൻ ബാറ്ററുടെ ഏറ്റവും മികച്ച പ്രകടനം. ടൂർണമെൻറ്റിൽ 80.25 എന്ന അതിശയിപ്പിക്കുന്ന ബാറ്റിംഗ് ശരാശരി, അതും 199.37 എന്ന ആക്രമണോത്സുകമായ പ്രഹരശേഷിയിൽ. ആ വില്ലോമര തടിയെടുത്ത് സഞ്ജു മൈതാനത്തിൻ്റെ നടുമുറ്റത്തേക്ക് ഇറങ്ങിയ അംഗങ്ങളിൽ 209, 256, 199, 253, 255 എന്നിങ്ങനെയായിരുന്നു ഇന്ത്യൻ സ്കോർ. ദക്ഷിണാഫ്രിക്കയോടെ തോറ്റ് പുറത്തേക്കുള്ള വാതിൽപ്പടിയിലായ ടീം ഇന്ത്യ അഭൂതപൂർവമായി തിരിച്ചു കയറിയപ്പോൾ യഥാർത്ഥ എക്സ് ഫാക്ടറായിരുന്നു ഈ മലയാളി. IPS നേടാൻ കൊതിച്ച പുല്ലുവിളയിലെ കൊച്ചുബാലനിൽ നിന്ന് ക്രിക്കറ്റിൽ മോഹിച്ച സ്വപ്ന നേട്ടങ്ങളിലേക്ക് സഞ്ജു ഓടിയെത്തിയിരിക്കുന്നു. അഭിമാന താരത്തെ രാജ്യം വാഴ്ത്തുമടികളാൽ മൂടുന്ന സമയത്ത് ചിലത് ചൂണ്ടിക്കാട്ടത് വയ്യ. ലോകകപ്പ് ക്രീസിൽ തൻ്റെ പ്രതിഭയെ സ്വയം ഉദ്ഘോഷിക്കുക മാത്രമായിരുന്നില്ല സഞ്ജു. ഇന്ത്യൻ ക്രിക്കറ്റിൽ കാലങ്ങളായി പിടിമുറുക്കിയ സ്വജനപക്ഷപാതത്തെ മുഖമടച്ച് പ്രഹരിക്കുക കൂടിയായിരുന്നു. ഒരർത്ഥത്തിൽ രാജ്യം സഞ്ജുവിനോട് ചെയ്തത് വലിയൊരു നീതികേടാണ്. ഇതിഹാസ തുല്യമായേക്കാവുന്ന കരിയറിൽ ആഘോഷപൂർവ്വം ഉപവിഷ്ടനാവേണ്ടിയിരുന്ന സഞ്ജുവിൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ കരിയർ ഗ്രാഫ് ഇഴകീറി പരിശോധിച്ചു നോക്കുക. പ്രതിഭയും ചങ്കുറപ്പും സാങ്കേതിക തികവുമൊക്കെ ഒത്തിണങ്ങിയവനെന്ന് 2015 ജൂലൈ 19 ഹരാരയിൽ അരങ്ങേറുന്ന വേളയിൽ തന്നെ അധികാരികൾക്ക് വ്യക്തമായിരുന്നു. പക്ഷേ പല പൊസിഷനുകളും ഇഷ്ടക്കാർക്കായി സംവരണം ചെയ്തപ്പോൾ സഞ്ജു പടിക്ക് പുറത്താകുന്നത് പതിവായി. കിട്ടുന്ന വിരളമായ അവസരങ്ങളിലൊക്കെയും തിളങ്ങിയില്ലെങ്കിൽ ടീമിന് പുറത്ത് എന്നത് അയാളുടെ മാത്രം ബാധ്യതയാകുന്നത് കണ്ടു. അതവൻ്റെ പ്രകടനത്തെ ബാധിക്കുന്നതും. ബാറ്റിംഗ് ലൈനപ്പിൽ 1 മുതൽ 8 വരെ പൊസിഷനുകളിൽ മാറി പേട് കെട്ടിക്കുന്ന പരിഹാസ്യത വേറെയും. ഹരാരയിലെ ആദ്യ കളി കഴിഞ്ഞ് പിന്നീട് 2020 ഇന്ത്യൻ ടീമിലേക്ക് ഒരു വിളിയെത്തിയത് 4.5 വർഷം കഴിഞ്ഞ്. മികച്ച ഏകദിന കളിക്കാരനായിട്ടും ആ ഫോർമാറ്റിൽ വിളിയെത്തത് 2021 ജൂലൈയിൽ. അടുത്ത മത്സരത്തിനുള്ള അവസരം വീണ്ടും 1 വർഷത്തിന് ശേഷം. 2023 ശേഷം വീണ്ടും ഏകദിനത്തിൽ ഉൾപ്പെടുത്തിയിട്ടേയില്ല. കേവലം 16 ഏകദിനങ്ങളിൽ 1 സെഞ്ചുറിയും 3 അർദ്ധ സെഞ്ചുറിയും അടക്കം 56.66 ശരാശരിയുള്ളപ്പോഴാണിത്. സമീപകാലത്ത് 2020 അത് കണ്ടതാണ്. ഓപ്പണർ സ്ഥാനത്ത് 3 സെഞ്ചുറികളുടെ തിളക്കവുമായി വിരാജിച്ച സമയത്താണ് സഞ്ജുവിന് ടീമിൽ നിന്ന് പുറത്തേക്ക് വഴിയൊരുങ്ങിയത്. 2020 ക്രിക്കറ്റർ എന്ന നിലയിൽ സഞ്ജുവിനേക്കാൾ ഗ്രാഫ് പിന്നിലുള്ള ശുഭ്മൻ ഗില്ലിന് ഇടമൊരുക്കാനായിരുന്നു അത്. പിന്നീട് ഇഷാൻ കിഷന് വേണ്ടി പുറത്തിരുത്തി. തന്നേക്കാൾ പിന്നിലുള്ള പലർക്ക് വേണ്ടിയും വഴിമാറുന്നത് ശീലമായി. എന്നിട്ടും മനസ്സുമടുക്കാതെ കാത്തിരുന്നു. ലഭ്യമായ ഏറ്റവും അനുയോജ്യവും സുപ്രധാനവുമായ ലോകകപ്പ് വേദിയിൽ വിൻഡീസിനെതിരെ ചേസിംഗിൽ അജയ്യനായി വാണരുളി. ക്ലാസും ടെമ്പറമെന്റും കൂട്ടിയിണക്കി തകർത്തടിച്ച ആ പ്രകടനത്തിന്റെ ക്ലാസിക് തുടർച്ചകളിലാണ് ഇന്ത്യ കിരീടം തൊട്ടത്. പക്വതയും സമചിത്തതയും ആക്രമണ വീര്യവുമൊക്കെ സമന്വയിപ്പിച്ച അത്യുജ്വലമായ സെൻസേഷണൽ ബാറ്റിംഗ്. ഇത് ബൗണ്ടറികളില്ലാത്തൊരു പ്രചോദന കഥയാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്ഭുത കഥ. ലോകകപ്പിന് ദിവസങ്ങൾക്ക് മുമ്പ് തീർന്നു എന്ന് വിധിയെഴുതിയ വിമർശകർക്ക് മുമ്പാകെ സമാനതകളില്ലാത്ത ഉയർപ്പ്. പരിഹാസച്ചിരിയോടെ സംബോധന ചെയ്തവരുടെ തൊപ്പിയൂരി തലകുനിപ്പിച്ച പോർവീര്യം. പരീക്ഷണങ്ങൾക്കും തിരിച്ചടികൾക്കും മുന്നിൽ തോറ്റു പിന്മാറുന്നവർക്ക് കണ്ടുപിടിക്കാനും മാതൃകയാക്കാനും ഒരു ടൂർണമെന്റിന്റെ കഥാഗതിയെ മാറ്റിമറിച്ച ഈ പ്രകടനം കാലം കാത്തുവെക്കുമെന്ന് ഉറപ്പാണ്. മകൻ സഞ്ജുവിനെ കളിക്കാരനാക്കാൻ സാംസൺ വിശ്വനാഥൻ എന്ന പോലീസുകാരൻ നടത്തിയ ത്യാഗങ്ങളും അതിനൊപ്പം കാലം അതീവ സുന്ദരമായി രചിച്ച തിരക്കഥയും അഭിമാന പുരസ്സരം തലമുറകളിലേക്ക് കൈമാറുകയും ചെയ്യും. മാധ്യമം പോഡ്കാസ്റ്റ്.